ഹായ് മക്കളെ, ഒറ്റ മിനിറ്റ് കൊണ്ട് ഓണപ്പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു 4 മാർക്ക് വാങ്ങിയാലോ? ഇതാ പിടിച്ചു, നമ്മളെ ഹാർട്ടിൽ നിന്നുമാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ. നമ്മളെ ഹാർട്ടിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഉണ്ടാകും. അവിടെ ഹാർട്ടിന് നമ്മൾ 4 ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. A B C D എന്ന് കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, എ എന്ന് പറഞ്ഞാൽ അത് സുപ്പീരിയർ വീനക്കാവയാണ്, ഊർധ്വ മഹാസിരയാകുന്നു. റെഡി. ഇതിൽ ബി എന്ന് കൊടുത്തത് എന്താടാ മക്കളെ? ബി എന്ന് കൊടുത്തത് എന്താ? യെസ്, അത് അയോട്ടയാകുന്നു. അയോട്ട എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, മഹാധമനികളാകുന്നു അല്ലേ. റെഡി. എന്നാൽ സി വരട്ടെ. എയും ബിയും സെറ്റ് ചെയ്ത് നമുക്ക് സി വരുന്നു. സി എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മുടെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുള്ള ഇംപ്യൂർ ബ്ലഡ്, ഇംപ്യൂർ അശുദ്ധ രക്തത്തിന് ലങ്സിലോട്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ, അയാളെ പേരെന്താ? പൾമണറി ആർട്ടറി. റെഡി. എങ്കിൽ അത് ആ ഡി. ഡി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ ശുദ്ധീകരിച്ച ബ്ലഡിനെ തിരിച്ച് നമ്മൾ ഹാർട്ടിലോട്ട് കൊണ്ടുവരുന്നു. ഡി എന്താ? ശ്വാസകോശ സിര അഥവാ പൾമണറി വെയിനുകളാകുന്നു. എൻ്റെ മക്കൾക്ക് ചോദ്യമാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ബിയുടെയും സിയുടെയും ഫംഗ്ഷൻ എന്താന്നുള്ളതാണ്. ബിയുടെ ഫംഗ്ഷൻ എന്താടാ? എൻ്റെ മക്കൾക്ക് അറിയാം. യെസ്, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ശുദ്ധരക്തത്തിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ബി അയോട്ടയുടെ ഫംഗ്ഷൻ. അവിടെ സിയുടെ ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇപ്പം തന്നെ ഫംഗ്ഷൻ താഴത്ത് കമന്റ് ചെയ്യുക. അത് കൂടെ തന്നെ സാധനം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ മനസ്സായിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇമോജിയിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.